കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ, ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് കടന്നു പോകുന്ന തന്റെ ഭക്തന്മാർക്കെതിരെ കടന്നു വരുന്ന തിക്തമായിരിക്കുന്ന വേദനകളും നൊമ്പരങ്ങളും അതിശക്തമായ പോരാട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിപ്പാൻ ഇടയായത്. അതിനോടനുബന്ധിച്ച് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുകയും അവിടെ നിന്നും പാറയുടെ പിളർപ്പിൽ കിടക്കുകയും അവിടെ നിന്ന് 40 ദിവസക്കാലം നടന്ന് കോരോവിലെത്തുകയും അതിനുശേഷം യേഹൂവിന്റെ മകനായിരിക്കുന്ന നിസ്സിയെ അഭിഷേകം ചെയ്യുകയും ഒരു വലിയ ശുശ്രൂഷ ചെയ്ത ദൈവദാസനാണ്. തളർച്ചയിലും വീഴ്ചയിലും ദൈവം കൈപിടിച്ചുയർത്തി വീണ്ടും ശുശ്രൂഷയുടെ സ്ഥാനത്ത് ഉറപ്പിച്ചു. ഇന്ന് അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ദൈവദാസനെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിനും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കാൻ ഇടയായത്. അനവധി ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ച് കേൾക്കപ്പെട്ട ദൈവവചനം. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ അനുഗ്രഹീതനായിരിക്കുന്ന വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ മരണത്തിൽ ചാരിക്കിടന്നുറങ്ങിയ വ്യക്തി, ഏറ്റവും കൂടുതൽ യേശു സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ട സന്ദർഭങ്ങളിലും ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളിലും ദൈവത്തിൽ പ്രത്യാശയോടുകൂടെ നിന്ന വ്യക്തിയാണ് യോഹന്നാൻ. ആ യോഹന്നാൻ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പോസ്തലന്മാരൊക്കെയും ചിതറിപ്പോയ സമയം അവരെ വീണ്ടും യോജിപ്പിച്ച് അവരെ മലയിൽ കൊണ്ടുപോയി അനുഗ്രഹിച്ച്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വാഗ്ദത്തവും അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് പെന്തക്കോസ്ത് പെരുന്നാളിൽ 40 ദിവസത്തെ 140 പേരടങ്ങുന്ന ഒരു കൂട്ടം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒരു കൂട്ടം ആളുകൾ. അതിൽ യോഹന്നാൻ, പത്രോസ് എല്ലാവരുമുണ്ട്, ശിഷ്യന്മാരുണ്ട്. നിറഞ്ഞ ആരാധനകൾക്ക് ശേഷമാണ് അവരുടേതായിരിക്കുന്ന യാത്ര ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 4-ന്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവദാസന്മാർ സൗഖ്യത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് നമുക്ക് അവിടെ കാണാം. വിടുതലിന്റെ ശുശ്രൂഷകൾ കാണാം, വിജയത്തിന്റെ ശുശ്രൂഷകൾ കാണാം, മാനസാന്തരത്തിൻ്റെത് കാണാം, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് കാണാം. അനേക അത്ഭുതങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ അവർ ക്രിസ്തുവിന്റെ നാമനിമിത്തം പ്രസിദ്ധരായി അനേക ആളുകൾ അവരെ സ്വീകരിക്കുവാൻ, അവരുടെ വാക്ക് കേൾക്കുവാൻ, അവരെ കൂടുതൽ അറിയുവാൻ, മനസ്സിലാക്കുവാൻ അനേകര് കടന്നു വന്നു. അങ്ങനെയാണ് നീറോ ചക്രവർത്തി ഭരിച്ചതായിരിക്കുന്ന റോമിലെ ആ പ്രവേശനവും അവിടെ വെച്ചാണ് ഈ യോഹന്നാനെ അവർ ബന്ധിക്കുന്നത്. ക്രിസ്തു നിമിത്തമാണ്, ക്രിസ്തുവിന്റെ നാമനിമിത്തമാണ്. യേശു തന്റെ ജീവിതത്തിൽ പറഞ്ഞു, എന്റെ നിമിത്തം നിങ്ങൾ ദണ്ഡിക്കപ്പെടുമ്പോൾ, വേദന വരുമ്പോൾ, നിന്ന വരുമ്പോൾ, പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. അപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ കിടക്കുകയാണ്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപ് അനേക ആളുകളെ നാടുകടത്തുന്ന ഒരു സ്ഥലമാണ്, ഭീതി പരത്തുന്ന സ്ഥലമാണ്, കടലിന്റെ നടുവിലാണ്. ഘോരമായ മൃഗങ്ങളും പാമ്പുകളും തേളുകളും, അവിടേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുവാൻ പോലും ഭയപ്പെടുന്ന ഇടമാണ്. ഒറ്റയ്ക്കൊരു മനുഷ്യന് ചെല്ലുവാൻ കഴിയില്ല. അവിടെ പോയവരാരും തിരിച്ച് വന്നിട്ടില്ല. അത്രമാത്രം ഘോരമായിരിക്കുന്ന വനത്തിന്റെ നടുവിൽ, ദ്വീപിന്റെ നടുവിൽ, ഈ പത്മോസ് എന്ന ദ്വീപിൽ ദൈവത്തിന്റെ ദാസൻ നാടുകടത്തപ്പെട്ട് കിടക്കുമ്പോൾ താൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി സാക്ഷിയായി നിലകൊള്ളുമ്പോൾ, പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ, ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ, കൂട്ടായ്മകളിൽ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരെ അനേക പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പോരാട്ടങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ഇങ്ങനെ വരുന്നതായിരിക്കുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നിൽക്കുവാൻ ദൈവം കൃപ നൽകണം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴറിയാം, അപ്പോസ്തല പ്രവൃത്തി 12 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം ഹെരോദാവ് പത്രോസിനെ യാക്കോബിനെയും കാരാഗ്രഹത്തിലടച്ചു. യാക്കോബിനെ വാളുകൊണ്ടുവന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുന്നത് കൊണ്ട് പത്രോസ് അന്ന് രാത്രിയിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ട് പത്രോസിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ പൗലോസും ശിലാസും ക്രിസ്തു നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ക്രിസ്തു നിമിത്തമാണ്, ക്രിസ്തുവിന്റെ നാമം ഉച്ചരിച്ചത് കൊണ്ടാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അടയ്ക്കപ്പെട്ടതായിരിക്കുന്ന വേളയിൽ അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ ആരാധിച്ചു. അവരുടെ ക്ഷീണം മറന്നു, അവരുടെ ഭാരം മറന്നു, അവരുടെ പ്രയാസം മറന്നു, അവരുടെ കണ്ണുനീരും വേദനകളും എല്ലാം മാറ്റിവെച്ച് അവർ ആത്മാവിൽ ആരാധിപ്പാനിടയായി. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചത്, പത്മോസ് എന്ന ദ്വീപിൽ കിടക്കുന്ന ദൈവത്തിന്റെ ദാസൻ തന്റെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്, നിരാശപ്പെടുന്ന അവസ്ഥയുണ്ട്, സങ്കടം വരുന്ന അവസ്ഥയുണ്ട്, ആരുമില്ലാത്ത അവസ്ഥയുണ്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയുണ്ട്, എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥകളുണ്ട്. എല്ലാവരും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം ഇതുപോലെയാണ്. ഒറ്റപ്പെട്ടു പോകും. പ്രാർത്ഥിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകും. ശുശ്രൂഷ ചെയ്യുന്നവർ ഒറ്റപ്പെട്ടു പോകും. ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകും. പ്രാപിച്ചതായിരിക്കുന്ന ആത്മാവ്, പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്. ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ കർത്തൃ ദിവസത്തിൽ 10-ാം വാക്യം വായിക്കുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്റെ പിന്നിൽ കേട്ട ശബ്ദം എന്തെന്നറിയുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. അഗ്നിജാല കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടി 7 നക്ഷത്രം വലകയിൽ പിടിച്ച് ഒരുവരെ ഞാൻ കാണുന്നു. അതിനർത്ഥം, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ തനിച്ചാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളോടൊപ്പം ഒരാളുണ്ട്. നിങ്ങളെ നടത്തുവാൻ, നയിക്കുവാൻ, സങ്കടം കാണാൻ, വേദന കാണുവാൻ, രോഗക്കിടക്ക മാറ്റിവരിക്കുവാൻ അവൻ അരികെയുണ്ട്. ആ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുന്നില്ല. സ്നേഹിച്ച പലരും കൈവിട്ടു, കൂടെ നിന്ന് പലരും മാറിപ്പോയി, പല ആളുകളാലും നിന്ദിക്കപ്പെട്ടു, പരിഹാസം ഏറ്റുവാങ്ങി. തളർന്നു പോകരുത്. നമുക്ക് ഒരു
ജീവിതമുണ്ട്, ലക്ഷ്യമുണ്ട്. ദൈവത്തിന് ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള ഭാഗം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. കരുണയുള്ള ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാരുണ്ട്, മാതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാര്, രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, കിടപ്പ് രോഗിയുണ്ട്, ഇരിപ്പ് രോഗി, നിൽപ്പ് രോഗികളുണ്ട്, പല വിധത്തിൽ ഡയൽസ് ചെയ്യുന്ന ആളുകളുണ്ട്, ട്യൂമറായിട്ട് കിടക്കുന്ന ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. അനേകം പ്രിയപ്പെട്ടവര് കാലുവേദനയും കൈക്കുവേദനയും നെഞ്ചുവേദനയും ഒക്കെ ആയിട്ട് കിടക്കുന്ന അനേകരുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അടുത്തും അകലെയുമായി പഠിക്കുന്നവര്, വിദേശത്ത് പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. താവേ, സ്വദേശത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ വിദേശത്ത് ഗൾഫ് മേഖലകളിൽ, അമേരിക്കൻ നാടുകളിൽ, യൂറോപ്യൻ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്. വിവിധ ഇടങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ എല്ലാ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഈ വേലയെ സ്നേഹിച്ച് കൈകൾ നീട്ടുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഏറിയ അനുഗ്രഹം പ്രതിഫലത്തിന്റെ മക്കൾക്ക് നൽകണം. നന്മകളും അനുഗ്രഹവും നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച്